മരണാന്തര ജീവിതത്തിലൊന്നും വിശ്വസിക്കാത്ത ആളാണ് താനെന്ന് സലീം കുമാർ തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ദൈവവിശ്വാസിയായിരുന്നു തുടക്കത്തിൽ. എന്നാൽ പിന്നീട് അതും പോയി. കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ പകർന്നു നൽകിയ പല കാര്യങ്ങളിലും നമ്മളിലുണ്ടാവില്ലേ, അങ്ങനെയൊന്നായിരുന്നു അതും. ഈശ്വര എന്നൊക്കെ വിളിച്ചു പോവാറുണ്ട്, വിശ്വാസത്തോടെയല്ലെന്ന് മാത്രം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അതും കുട്ടിക്കാലത്ത് കിട്ടിയ ഇഷ്ടങ്ങളിലൊന്നാണ്. മുതിർന്നപ്പോൾ അതും എന്നിലുണ്ടായി. 18 വർഷം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ. അമ്പലങ്ങളിലും പള്ളിയിലുമൊക്കെ പോവാറുണ്ട്. എല്ലായിടത്ത് പോയാലും പൈസയുടെ കാര്യമാണ്. ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞത് ആ ക്യാരക്ടറിൻ്റെ കാര്യമാണ്. മുസ്ലിം അല്ലാത്തതിനാൽ എനിക്ക് പോവാൻ പറ്റില്ല. അങ്ങനെയാണ് അതിനു പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയത്. അങ്ങനെ ഒരാൾ വന്നു പോയി എല്ലാം ചെയ്തു വന്നു. ആ ക്യാരക്ടറിന് പരിപൂർണത വന്നത് അപ്പോഴാണ്. എനിക്ക് ദേശീയ അവാർഡ് വാങ്ങിത്തന്ന ക്യാരക്ടറായിരുന്നില്ലോ അത്. ക്യാരക്ടറിനോടുള്ള നന്ദി ചെയ്തതാണ്. എൻ്റെ ജീവിതത്തിനോ അർത്ഥമുണ്ടായില്ല. ആ ക്യാരക്ടറിനെങ്കിലും ഉണ്ടാവട്ടെ. അർത്ഥമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം. സിനിമയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ട് അർത്ഥമുണ്ടാവണം എന്നില്ലല്ലോ. ഈ ലോകത്തിന് ഞാൻ എന്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒന്നും കൊടുത്തില്ല. 5 10 100 പേർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുറേ സിനിമകൾ അഭിനയിച്ചു, കാശുണ്ടാക്കി. അല്ലാതെ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഒന്നും ചെയ്യാനും മാത്രമുള്ള സമയം എനിക്ക് ഇവിടെയില്ല. പ്രളയകാലത്ത് 45 പേരോളം ഇവിടെ ഉണ്ടായിരുന്നു. താഴത്തെ നിലയിലേക്ക് വെള്ളം കയറിയപ്പോഴാണ് അവരെ മാറ്റിയത്. എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഞാൻ മാറിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജീവിതത്തിലെ നിലപാടുകളും കൃത്യമായി തുറന്നു പറഞ്ഞിരുന്ന ആളായിരുന്നു സലീം കുമാർ. മതപരമായ ചടങ്ങുകളിലൊന്നുമില്ലാതെയായിരിക്കണം തൻ്റെ അന്ത്യയാത്ര എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അസ്ഥി നിമജ്ജനം പോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടി ചെയ്യരുതെന്നും പറഞ്ഞിരുന്നു. അവസാന നിമിഷങ്ങളിൽ അച്ഛനെ മഞ്ഞപ്പട്ട് പുതപ്പിച്ചത് കണ്ടപ്പോൾ അത് മാറ്റൂ എന്നായിരുന്നു ചന്തു പറഞ്ഞത്. സാധാരണ തുണി മതി അച്ഛനെന്നായിരുന്നു മകൻ പറഞ്ഞത്. ചിതയ്ക്ക് തീ പകരുമ്പോൾ ആചാരപരമായിരുന്നില്ല ഒന്നും. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു മക്കളെല്ലാം ചെയ്തത്. തികച്ചും വികാരനിർഭരമായിരുന്നു ആ നിമിഷങ്ങൾ.